ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന തിരുവിതാംകൂറിൽ അറിയത്തോലുമില്ല പിണറായി. 967 CPM നേതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. ഓരോന്നോരോന്ന് പറയുകയാണ്. BJPയുമായി ഡീലെന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇലക്ഷനിലും ഞാൻ BJPക്കാരോട് കൂടിയാലോചിച്ചിട്ടില്ല, കൂടിയാലോചിക്കുന്ന പ്രശ്നമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ BJPയുമായി ഡീലുണ്ടാക്കി മത്സരിക്കുന്ന പിണറായി വിജയൻ്റെ വലങ്കയ്യായ ഒരു നേതാവുണ്ട്, സജി ചെറിയാൻ. അദ്ദേഹം ജില്ലാ കമ്മിറ്റി മാത്രമല്ല സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. 10 പഞ്ചായത്തുകളിൽ 7 CPM പ്രസിഡന്റുമാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 2 ഉള്ളൂ. BJPക്ക് 5 പ്രസിഡന്റുമാരാണ് സജി ചെറിയാൻ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു പകരം സജി ചെറിയാൻ അവരുടെ വോട്ട് ഇങ്ങോട്ട് കൊടുക്കും. അതിനാണ് ഗോപകുമാറിനെ നിർത്തിയിരിക്കുന്നത്. ഗോപകുമാറാണ് ഡീലെന്ന മധ്യസ്ഥൻ. BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് ഗോപകുമാർ. അയാളെ നിർത്തിയിരിക്കുന്നത് വോട്ട് പിടിക്കാതിരിക്കാനാണ്, വോട്ട് പിടിക്കാനല്ല. വളരെ ശക്തമായ തരത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് സജി ചെറിയാൻ്റെയും കൂട്ടാളികളുടെയും ഏറ്റവും വൃത്തികെട്ട അഴിമതികളും മറ്റുമെല്ലാം അവിടെ തുറന്നു കാണിച്ചാൽ ചെങ്ങന്നൂരും ജയിക്കും. അത് തുറന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വസ്തുതകളും മറച്ചു വെക്കരുത്, എല്ലാം തുറന്നു പറയണം. അശ്ലീലങ്ങളും വൃത്തികേടുകളും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം തുറന്നു പറയണം. മണൽ മാഫിയയുടെ കേന്ദ്രമാണ് സജി ചെറിയാൻ്റെ നാട്. റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് അവിടെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവരൊക്കെ ആർജിച്ചിരിക്കുകയാണ്. LDFിൻ്റെ കാൻഡിഡേച്ചറിൽ 6 പേർ LDFിൽ CPM മത്സരിക്കുന്നതിൽ 2 പേർ കോടീശ്വരന്മാരാണ്. 2 പേർ കോടീശ്വരന്മാർ, രക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാർ. പേര് ഞാൻ പറയുന്നില്ല, കണ്ടുപിടിക്കാം. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPMനകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചതാണ്, ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയായിരുന്നു 63-ൽ. അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വള്ളികുന്ന ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിടിച്ച് എന്നെ 15 വയസ്സിൽ 18 വയസ്സിലേ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന തിരുവിതാംകൂറിൽ അറിയത്തോലുമില്ല പിണറായി. 967 പിണറായി വിജയൻ എന്ന ഒരാളേക്ക് തിരുവിതാംകൂർ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാറിൽ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടിയാണ് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി, അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വരൻ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസയായി പിണറായി വിജയൻ്റെ നേതൃത്വത്തോടൊപ്പം തന്നിട്ടില്ല. ആഞ്ഞിലിമരം വിറ്റാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ലായിരുന്നു, ഒരാൾ പോലും ഇന്നത്തെ UDFിലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടിയത്?